ഹലോ നമസ്കാരം ഏവർക്കും ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ചെയ്യുന്നത് ലേഡീസിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. നിങ്ങൾക്ക് വീട്ടിൽ ഒരു കസേരയിൽ ഇരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മികച്ച ഒരു 5 എക്സസൈസുകളാണ് ഞാൻ ഇന്ന് കാണിച്ചു തരുന്നത്. നിങ്ങൾക്ക് നല്ല പ്രയോജനം തരുന്ന എക്സസൈസുകളാണ്. നിങ്ങൾക്ക് വ്യായാമം ചെയ്യാനൊന്നും സമയമില്ലാത്ത ആൾക്കാർക്കൊക്കെ ഈ എക്സസൈസുകൾ വളരെ ഉപകാരപ്പെടും. കാരണം നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയം ഒരു ചെയറിൽ നിങ്ങൾക്ക് ഇരുന്നുകൊണ്ട് ഈ എക്സസൈസുകൾ ചെയ്യാം. നല്ല എക്സസൈസുകളാണ്. നിങ്ങളുടെ ഫുൾ ബോഡിക്കും നല്ല പ്രയോജനം കിട്ടും. ഓക്കെ, അപ്പം നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കൂ. നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ട എക്സസൈസ് എന്ന് പറയുന്നത് ഒരു ചെയറിൽ സ്ട്രൈറ്റ് ആയിട്ട് ഇരിക്കുക. ഓക്കെ, ചെയറിൽ സ്ട്രൈറ്റ് ആയിട്ട് ഇരുന്നതിന് ശേഷം നിങ്ങളുടെ കാലുകൾ ഇതേപോലെ ഒന്ന് വൈഡ് ചെയ്ത് വെക്കുക. ഓക്കെ, അല്പം അകത്തി വെച്ചതിന് ശേഷം നിങ്ങളുടെ കൈകൾ ഇതേപോലെ മുകളിലോട്ട് ഉയർത്തുക. ഓക്കെ, മുകളിലോട്ട് ഉയർത്തി നിങ്ങൾ സാവധാനം ഇതേപോലെ മുമ്പിലോട്ട് കൊണ്ടുവന്ന് ഇതേപോലെ ഫ്ലോറിൽ ടച്ച് ചെയ്യുക. ഓക്കെ, ഫ്ലോറിൽ ടച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾ പതുക്കെ കൈ ബാക്കിലോട്ട് കൊണ്ടുവന്ന് മാക്സിമം ബാക്കിലോട്ട് ഇതേ കണക്ക് കൊണ്ടുപോവുക. വീണ്ടും നിങ്ങൾ ഫ്രണ്ടിലോട്ട് കൊണ്ടുവരിക. അപ്പ്. ഓക്കെ, ഇത് വളരെ നല്ല ഒരു എക്സസൈസ് ആണ്. നിങ്ങളുടെ ഫുൾ ബോഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫുൾ അപ്പർ ബോഡിയും നല്ല രീതിയിൽ പ്രയോജനം തരുന്ന ഒരു എക്സസൈസ് ആണ്. നിങ്ങളുടെ വയറ് കുറയ്ക്കാനൊക്കെ വളരെയേറെ ഉപകാരപ്പെടും ഈ ഒരു എക്സസൈസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. അപ്പ്, ഇതേപോലെ ഫ്രണ്ടിലോട്ട് കൊണ്ടുവന്ന് ഫ്ലോറിൽ ടച്ച് ചെയ്ത് ബാക്കിലോട്ട് പോവുക. കൈ മാക്സിമം ബാക്കിലോട്ട് കൊണ്ടുപോവുക. 1 2 3 4 5. അപ്പോൾ ഇത് നിങ്ങൾക്കൊരു 10 തൊട്ട് 15 റെപ്പിറ്റേഷനൊക്കെ ചെയ്യാവുന്നതാണ്. ഓക്കെ, നിങ്ങൾ ചെയ്ത് അല്പം എക്സ്പീരിയൻസ് ഒക്കെ ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ റെപ്പിറ്റേഷനൊക്കെ കൂട്ടിക്കൊണ്ട് വരാവുന്നതാണ്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ വ്യായാമം നോക്കാം. അപ്പം രണ്ടാമത്തെ വ്യായാമം ചെയ്യാനായിട്ട് നിങ്ങൾ ഇതേ കണക്ക് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ കാലുകൾ അല്പം വൈഡ് ചെയ്ത് സ്ട്രൈറ്റ് ആയിട്ടിരിക്കുന്നു. കൈകൾ മുകളിലോട്ട് ഉയർത്തുന്നു. ഓക്കെ, ഇതേപോലെ മുകളിലോട്ട് ഉയർത്തുന്നു. അതിനുശേഷം ഞാൻ ഈ ചെയ്യുന്നത് പോലെ ഒരു സൈഡിലോട്ട് ഇതേപോലെ വന്ന് നിങ്ങളുടെ കൈകൾ പഴയ പൊസിഷനിലോട്ട് കൊണ്ടുവരുന്നു. വീണ്ടും അടുത്ത സൈഡിലോട്ട് ഇതേപോലെ 2 3 4 5 6. അപ്പം ഇതേപോലെ നിങ്ങൾക്ക് ഒരു 15-20 റെപ്പിറ്റേഷനൊക്കെ ചെയ്യാവുന്നതാണ്. മൂന്നാമത്തെ എക്സസൈസ് എന്ന് പറയുന്നത് ലെഗ് റൈസ് ആണ്. ഓക്കെ, നമുക്ക് ഇരുന്നുകൊണ്ട് ചെയ്യാം. അപ്പം നിങ്ങൾ കസേരയിൽ സ്ട്രൈറ്റ് ആയിട്ടിരിക്കുക. കൈകൾ നിങ്ങൾക്ക് കസേരയിൽ ഇതേപോലെ പിടിക്കാം. ഓക്കെ, അതിനുശേഷം നിങ്ങളുടെ കാലുകൾ ഇതേപോലെ മുകളിലോട്ട് ഉയർത്തുക. 1 2 3 4 5 6 7. ഓക്കെ, ഇതേപോലെ നിങ്ങൾക്ക് ഒരു 15 തൊട്ട് 20 റെപ്പിറ്റേഷൻ ചെയ്യാവുന്നതാണ്. ഇത് പ്രധാനമായിട്ടും നിങ്ങളുടെ ഈ തൈ മസിലിനെ ഫോക്കസ് ചെയ്തുള്ള ഒരു എക്സസൈസ് ആണ്. ഈ നമ്മുടെ തുടഭാഗത്തൊക്കെ അമിതമായിട്ടുള്ള ഫാറ്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് കുറച്ചൊക്കെ എടുക്കാൻ പറ്റും. ഓക്കെ, നല്ലൊരു മൂവ്മെന്റ് ആണിത്. കാലുകൾക്ക് സ്ട്രെങ്ത് കൂട്ടാൻ നല്ല ഒരു എക്സസൈസ് ആണ്. കാലിലോട്ടുള്ള ഒരു ബ്ലഡ് ഫ്ലോ ഒക്കെ വർദ്ധിപ്പിക്കാനും ഒക്കെ ഈ ഒരു എക്സസൈസ് നിങ്ങളെ സഹായിക്കും. നാലാമത്തെ വ്യായാമം എന്ന് പറയുന്നത് നമ്മൾ സ്ട്രൈറ്റ് ആയിട്ടിരിക്കുക. കാലുകൾ അല്പം വൈഡ് ചെയ്ത് വെക്കുക ഇതേപോലെ. ഓക്കെ, നിങ്ങളുടെ കൈകൾ മുകളിലോട്ട് ഇതേപോലെ ഉയർത്തിപ്പിടിക്കുക. അതിനുശേഷം ഇതേപോലെ സൈഡിലോട്ട്. ഓക്കെ, ഇതേപോലെ 1. അതിനുശേഷം അടുത്ത സൈഡിലോട്ട് നിങ്ങൾക്ക് പോവാം. ഇതേപോലെ 2 3 4 5
സിക്സ്, 7. ഓക്കെ, ഇതേ കണക്ക് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പം ഈ ഒരു എക്സസൈസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ ഹിപ്പ് ആ ഒരു ഭാഗത്തെ മൊബിലിറ്റി ഒക്കെ വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കും. ഓക്കെ, നമ്മുടെ ഈ ഒരു ഭാഗത്തെ ഫാറ്റിനെയൊക്കെ ലോസ് ചെയ്യാനും അതേ കണക്ക് തന്നെ ഹിപ്പ് മൊബിലിറ്റിക്കും ഹിപ്പ് സ്ട്രെങ്തനിങ്ങിനും ഒക്കെ നല്ല ഒരു എക്സസൈസ് ആണ്. അപ്പം നമ്മുടെ ഫൈനൽ എക്സസൈസ് എന്ന് പറയുന്നത് നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക. സ്ട്രെയിറ്റ് ആയിട്ട് ശേഷം നിങ്ങളുടെ കൈകൾ ഇതേപോലെ മുകളിലോട്ട് ഉയർത്തി പിടിക്കുക. ഓക്കെ, അതിനുശേഷം ഞാൻ ഈ ചെയ്യുന്ന കണക്ക് തന്നെ ഇതേപോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അപ്പം നിങ്ങൾക്ക് ഇതേപോലെ ഒരു 20-25 റെപ്പിറ്റേഷൻ ഒക്കെ ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞ കണക്ക് തന്നെ നിങ്ങൾ വളരെ സാവധാനത്തിൽ ശ്രദ്ധാപൂർവം ചെയ്ത് നോക്കുക തുടക്ക സമയങ്ങളിൽ. അപ്പം